ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിലായി നമ്മൾ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് പോവാം ക്ലാസ്സിലേക്ക്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ ഹോൾ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ടാവും, അതിനെ ഒരു ഹോൾ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രാക്ഷൻ ന്യൂമറേറ്റർ എടുക്കുക, അത് വെച്ച് നമ്മൾ ഹോൾ നമ്പറെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ വെക്കുക. അത്രയും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. 1/4 ഇൻറ്റു 7. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഏതാ? 1. ഇനി 1 ഇൻറ്റു നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഹോൾ നമ്പർ 7. അപ്പോൾ 1 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ 1 ഇൻറ്റു 7 7/4. ഇതാണ് എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/3 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ഹോൾ നമ്പർ എന്താണ്? 2 തന്നിരിക്കുന്നത് 2 ബൈ ഡിനോമിനേറ്റർ. അപ്പോൾ 1 ഇൻറ്റു 2 2 2/3. ഇതാണ് എൻ്റെ ആൻസർ. When of is used with a fraction, it acts as an operator of multiplication. ഇപ്പോൾ നമ്മളുടെ പ്രോബ്ലത്തിൽ ഓഫ് ഒരു ഫ്രാക്ഷൻ വിത്ത് ഒരു ഓഫ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. കണ്ടോ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ 1/4 ഓഫ് 12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ഇൻറ്റു 12 എന്നാണ് മീനിങ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 12ൽ 4 എത്ര ടൈം പോകും? 3. അപ്പോൾ 1 ഇൻറ്റു 3 എത്ര വരും? 3 ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ഓഫ് എന്നൊക്കെ നിങ്ങൾ 1/4 ഓഫ് 12 അല്ലെങ്കിൽ 1/2 ഓഫ് 6 അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. റെഡ്യൂസ് ടു ലോവസ്റ്റ് ടേംസ്. ഇപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ലോവസ്റ്റ് ടേംസിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഇൻ ടേംസ് ഓഫ് ദെയർ ഫാക്ടേഴ്സ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ക്യാൻസൽ ദി കോമൺ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. റെഡ്യൂസ് 12/30 ടു ഇറ്റ്സ് ലോവസ്റ്റ് ടേംസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? 12നെ 13നെയും ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് അവരെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 12നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 12 ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് ഞാൻ ഈവൻ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 12നെ 2 വെച്ച് ചെയ്യുമ്പോൾ 6, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 3. ഇനി അടുത്ത നമ്പർ 13നെയും 2 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 15. ഇനി 15 ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് ഞാൻ 3 വെച്ച് ചെയ്തു. 5 1. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലം എഴുതാം. 12/30. ഈ 12നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി 13നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 5. ഇനി ഇവരിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഒരു 2 ഉണ്ട്, താഴെ ഒരു 2 ഉണ്ട്. ന്യൂമറേറ്ററിൽ ഒരു 3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്. ഇനി ന്യൂമറേറ്ററിൽ മിച്ചമുള്ളത് 2, ഡിനോമിനേറ്ററിൽ മിച്ചമുള്ളത് 5. ഇപ്പോൾ 2/5. ഇപ്പോൾ 2/5 ആണ് 12/30യുടെ ലോവസ്റ്റ് ടേംസിലേക്കുള്ള റെപ്രസെൻറ്റേഷൻ. അടുത്തൊരു പ്രോബ്ലം ആണ്. മൾട്ടിപ്ലൈ ആൻഡ് റെഡ്യൂസ് ദ പ്രോഡക്റ്റ് ടു ദ ലോവസ്റ്റ് ഫോം 2 and 1/7 ഇൻറ്റു 35. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ 2 and 1/7 നമ്മുടെ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി എഴുതാം. അപ്പോൾ 7 to 2 14 + 1 15/7 ഇൻറ്റു 35. ഇവിടെ ഫ്രാക്ഷൻ ഇൻറ്റു ഒരു ഹോൾ നമ്പറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ന്യൂമറേറ്റർ, ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ ഇൻറ്റു ഹോൾ നമ്പർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. ഇനി എന്താണ്? ലോവസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ ആദ്യം ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അപ്പോൾ 15നെ ഫാക്ടർ ആക്കി എഴുതുമ്പോൾ 3 ഇൻറ്റു 5, 35നെ എഴുതുമ്പോൾ 5 ഇൻറ്റു 7/7. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്നത് 7, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളത് 3 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പോൾ 3 ഇൻറ്റു 5 15, 15 ഇൻറ്റു 5 75. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് 1/2 ഓഫ് 18. അപ്പോൾ 1/2 ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഓഫ് 18 ഈക്വൽ ടു എന്താ? 1/2 ഇൻറ്റു 18. അപ്പോൾ 18/2 എത്രയാണ്? 9. അടുത്ത പ്രോബ്ലം, 1/2 ഓഫ് 1 ഡേ. 1 ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഡേനെ അവറാക്കി കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1/2 ഇൻറ്റു 1 ഡേ എന്ന് പറയുമ്പോൾ 24 hours. അപ്പോൾ 24/2 ഈക്വൽ ടു എത്ര വരും? 12 hours. ഓക്കെ. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് 3/4 ഓഫ് 1 dozen. അപ്പോൾ 3/4 ഇൻറ്റു
1 ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ 12. ഒരു ഡസൻ എന്ന് പറയുമ്പോൾ 12. അപ്പോൾ 3/4 ഇൻറ്റു 12, 3 ഇൻറ്റു 12/4. ഇനി ഈ 12ൽ 4 എത്ര ടൈംസ് പോവും? 3 ടൈംസ്. 3 ഇൻറ്റു 3 9. അടുത്ത പ്രോബ്ലം 3/4 ഓഫ് 16. അപ്പോൾ 3/4 ഇൻറ്റു 16 മീറ്റർ. അപ്പോൾ 3 ഇൻറ്റു 16/4. ഇനി ഈ 16ൽ 4 എത്ര ടൈം പോവും? 4 ടൈംസ്. അപ്പോൾ 3 ഇൻറ്റു 4 12 മീറ്റർ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ ഫ്രാക്ഷൻ ബൈ എ ഫ്രാക്ഷൻ. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഫ്രാക്ഷനെ ഹോൾ നമ്പർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മളൊരു ഫ്രാക്ഷൻ വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരാൻ നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ഫ്രാക്ഷൻസ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ പ്രോഡക്റ്റ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. ആ ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് അതിൻ്റെ പ്രോഡക്റ്റ്. അടുത്ത പ്രോബ്ലം മൾട്ടിപ്ലൈ ആൻഡ് എക്സ്പ്രസ് ആസ് എ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 3 and 4/7 ഇംപ്രോപ്പർ ആക്കാം. 3 and 4/7 ഇംപ്രോപ്പർ ആക്കുമ്പോൾ 7 to 3 21 plus 4 25/7 ഇൻറ്റു 9/10. അപ്പോൾ ഫ്രാക്ഷൻ ഇൻറ്റു ഫ്രാക്ഷൻ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഇനി ഇതിൽ കോമൺ ആയിട്ട് വരുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 25ലും 10ലും 5 വരും. അല്ലെങ്കിൽ നമുക്ക് 25ന് 5 into 5 എന്ന് പറയാം. അതുപോലെ 10നെ എന്ത് പറയാം? 5 into 2 എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഈ 5 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 into 9/7 into 2. ഇനി 5 into 9 എന്ന് പറയുന്നത് 45/14. ഇനി നമുക്കിവിടെ ആൻസർ എന്താക്കി എഴുതണം? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 45 divided by 14. അപ്പോൾ 14 into 3 ആണ് 42. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ എങ്ങനെ എഴുതാം? കോഷ്യന്റ്. ഫസ്റ്റ് കോഷ്യന്റ് എഴുതാം. ഇനി റിമൈൻഡർ ബൈ ഡിവൈസർ. 3 and 3/14. അടുത്ത പ്രോബ്ലം വിച്ച് ഈസ് ഗ്രേറ്റർ 2/3 of 3/7 or 1/2 of 6/7. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 2/3 of 3/7. അപ്പോൾ എന്താണ് 2/3 ഇൻറ്റു 3/7. അപ്പോൾ 2 ഇൻറ്റു 3/3 ഇൻറ്റു 7. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 3 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2/7 കിട്ടി. അടുത്തത് 1/2 ഓഫ് 6/7. അതിനെങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 6/7. ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 6/2 ഇൻറ്റു 7. ഇനി 6ൽ 2 എത്ര ടൈം പോവും? 3 ടൈംസ്. അപ്പോൾ എന്ത് കിട്ടും? 3/7. ഇനി തന്നിരിക്കുന്നത് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് 2/7ഉം 3/7ഉം ആണ്. അവർ രണ്ടുപേരും ഡിനോമിനേറ്റർ 7 ആണ്. അതായത് അവർ രണ്ടുപേരും ലൈക്ക് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ലൈക്ക് ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് രണ്ട് ഫ്രാക്ഷൻ വലുതാണോ ഏതാണ് വലുതെന്ന് നോക്കുന്നത്? അവരുടെ ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്ററിൽ ഏതാണ് വലുത് അതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പോൾ ഇവിടെ 3/7 ആണ് വലിയ ഫ്രാക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ ആൻസർ എഴുതുമ്പോൾ 3/7 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ അതായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വലുത് ഏതാണ്? 1/2 of 6/7 is greater. അടുത്ത പ്രോബ്ലം ഫൈൻഡ് 7/11 of 6 and 2/7. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോബ്ലം എഴുതാം. 7/11 ഓഫ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. 7/11 ഇൻറ്റു 6 and 2/7. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 6 and 2/7 ഇംപ്രോപ്പർ ആക്കണം. അപ്പോൾ 7 ഇൻറ്റു 6 42 പ്ലസ് 2 44/7. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ ഇൻറ്റു ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ ഇനി 7 ഇൻറ്റു 44 നമുക്ക് എങ്ങനെ എഴുതാം? 11 ഇൻറ്റു 4 എന്ന് എഴുതാം. ഇനി ഡിനോമിനേറ്റർ 11 ഇൻറ്റു 7. ഇനി രണ്ടിലും കോമൺ ആയിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് വരുന്നത് 7 ക്യാൻസൽ ചെയ്തു. അടുത്തത് 11 ക്യാൻസൽ ചെയ്തു. പിന്നെ വരുന്നത് എന്താണ്? 4 മാത്രം. അപ്പോൾ 4 ആണ് ഇതിൻ്റെ ആൻസർ.